ഇന്ന് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഞങ്ങളിന്ന് പോയിരുന്നു കേട്ടോ. പോകുന്ന പോക്കിൽ മേപ്പാടി കള്ളാടിയിലുള്ള തുരങ്കപാത നിർമ്മിക്കുന്ന മണ്ണ് ഇടിഞ്ഞിരുന്നല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാം. വയനാട് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ആകാത്തൊരു സ്ഥിതി കേട്ടോ. നമ്മളെ പഴയ ടൗണുകളൊക്കെ ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ്. നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് വെൽക്കം ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. പഴയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചൂരൽമലയിലോട്ട് പോകുന്ന റോഡൊക്കെ പണ്ട് ചെറിയ റോഡായിരുന്നു കേട്ടോ. അപ്പോൾ വീതി കൂട്ടുന്നുണ്ട് റോഡൊക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. പോകുന്ന പോക്കിൽ നമ്മൾ ബോച്ചൻ്റെ റിസോർട്ടൊക്കെ കാണാം. നമ്മൾ പോകുന്ന റോഡിൽ തന്നെയാണ് ഈ റിസോർട്ടൊക്കെ വരുന്നത്. ബോച്ചൻ്റെ റിസോർട്ട് കിടക്കുന്നത് 900 ഏക്കറയിൽ കേട്ടോ. ഇത് മൊത്തം നമ്മളെ ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് വരുന്നത്. കല്ലാടി ആനക്കാമ്പുഴയിലെ തുരങ്കപാതൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. റോഡിലോട്ട് വന്ന മണ്ണുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ മണ്ണ് ഒലിച്ച് വന്നിരുന്ന ആ ടാങ്കർ ലോറി നിന്നിരുന്ന ഈ ഭാഗമാണ് നമ്മൾ ഈ ഹോട്ടൽ കണ്ടിരുന്നില്ല മുന്നേ. ആ ഹോട്ടലൊക്കെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വീടാണ് ഏകദേശം പൊളിഞ്ഞു പോയത് കേട്ടോ. അവർ ഉംറയ്ക്ക് പോയത് കൊണ്ട് ആ വീട്ടിലുള്ള ആൾക്കാരാണ് രക്ഷപ്പെട്ടത്. അന്നത്തെ മണ്ണിടിച്ചിലിൽ പെട്ടിട്ടുള്ള വണ്ടികളോട്ടെ ഈ ബസ്സും അതേപോലെ തന്നെ ഈ ജീപ്പൊക്കെ, അതേപോലെ തന്നെ 900 കണ്ടിയിലോട്ടും ഗ്ലാസ് ബ്രിഡ്ജിലോട്ടൊക്കെ പോയിരുന്ന ഓഫ് റോഡ് ജീപ്പുകളൊക്കെ നിർത്തിയിടുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഈ ഭാഗം. അന്നത്തെ മണ്ണിടിച്ചിൽ ഒരു വീടും അതേപോലെ തന്നെ ഒരു മുസ്ലിം പള്ളി പൂർണ്ണമായിട്ടും തകർന്നിരുന്നു. ഏകദേശം 8 പേരാണ് അന്ന് മരണപ്പെട്ടത്. മരണപ്പെട്ടവർ മുഴുവനും അവിടെ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികൾ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ചൂരൽമലയിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിസാം, വയനാട്.